ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഏഴംകുളം തൂക്കം കാണാൻ വേണ്ടി പോയതാണ്. ഉത്സവത്തിൻ്റെ പിറ്റേന്നാണ് തൂക്കം തുടങ്ങുന്നത്. അപ്പോൾ ഉത്സവം കഴിഞ്ഞുകൊണ്ട് തേരൊക്കെ അവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇത് കുട്ടികളെ എടുത്ത് തൂക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരിങ്ങനെ നിൽക്കുന്നതാണ്. ഒരുപാട് വ്രതാനുഷ്ഠാനങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. അന്നേ ദിവസം, അതായത് തൂക്കം നടക്കുന്ന ദിവസം, നമുക്ക് അമ്പലത്തിലേക്ക് ഫ്രണ്ടിൽ കൂടെ പ്രവേശനമില്ലേ. തൂക്കം നടത്തുന്നവർക്ക് മാത്രമേ അന്നേ ദിവസം ഫ്രണ്ടിൽ കൂടെ കയറി തൊഴാൻ പറ്റത്തുള്ളേ. അമ്പലത്തിന് ഫ്രണ്ടിൽ ഒരു താമരയൊക്കെ വളർത്തുന്നുണ്ടായിരുന്നേ. സഹസ്രദളമാണെന്ന് തോന്നുന്നു, കറക്റ്റ് എനിക്കറിയില്ല. മൊത്തത്തിൽ 195 തൂക്കമായിരുന്നേ ഉള്ളത്. 2 ദിവസമായിട്ടാണ് ഈ തൂക്കം നടത്തിയത്. രാത്രിയിലും ഈ തൂക്കം നടക്കുന്നുണ്ട്. ഇപ്പോൾ തൂക്കമാണ്. നിൽക്കുന്ന തൂക്കം നെടുവൻമുറിയുടെ തൂക്കമാണ്. 123ാമത് വലയം. വഴിപാട് നായർ കാർത്തികേയം, മുരളീദാസ രത്നവിലാസം, ആനന്ദ കൃഷ്ണൻ മണിവരം. തൂക്കക്കാർ വിമൽ വിജയ്, മുരേറ്റമണിൽ. ചേർന്നുള്ള അതിന് പകരം വഴിപാട് രമ്യ രേഷ്മാഭാരം. പാറക്കോട് തെക്കേ മുറിയുടെ ഈ വർഷത്തെ അവസാന വളയം. ഈ കുഞ്ഞുങ്ങളെയൊക്കെ തൂക്കം നടത്താൻ വേണ്ടിയിട്ടാണ്. ഈ പെൺകുഞ്ഞുങ്ങളായതുകൊണ്ട് ഇവരെ എടുത്തു തൂക്കില്ല, ആൺകുട്ടികളെ മാത്രമേ എടുത്തു തൂക്കത്തുള്ളേ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് 124ാമത് വളയം. പറക്കോട് തെക്കേ മുറിയുടെയും ഏഴംകുളം വടക്കേ മുറിയുടെയും ചേർന്നുള്ള മറ്റേ ഇത് വിടാം. അടുത്തതായിട്ട് നടക്കേണ്ട തൂക്കം 127ാമത് വളയം, ഏഴംകുളം തെക്ക്. നമ്മളങ്ങനെ ഉത്സവം കണ്ടിട്ട് തൂക്കം കണ്ടിട്ട് തിരിച്ചു പോവുകയാണ്. കണ്ടത്തിലൂടെയാണ് ഗൈസ് പോകുന്നത്.